എല്ലാ കടലും അടയ്ക്കാം. ഹൃദയങ്ങളുടെ ദൈവത്തിൻ്റെ മുൻപാകെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് അപ്പൻ്റെ പാതപടത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് നടത്തിയെല്ലാം സ്തോത്രത്തോടെ എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്താണ്. സ്തോത്രത്തോടെ എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്താണ്. നന്ദിയോടെ ദൈവത്തെ ആരാധിക്കുക. നന്ദിയുള്ള ഹൃദയത്തോടെ ഇതുവരെ കൊണ്ടുവന്നല്ലോ, ഇതുവരെ നിർത്തിയല്ലോ, ഇതുവരെ നടത്തിയല്ലോ, ഇതുവരെ പരിപാലിച്ചല്ലോ, ഇതുവരെ ദൈവത്തിന്റെ സംരക്ഷണയും കർത്താവിന്റെ പരിപാലനം നമ്മുടെ മേൽ ദൈവം അയച്ചല്ലോ. എല്ലാറ്റിനായി ഞങ്ങൾ നന്ദി പറയുന്നു. സ്തോത്രത്തോടെ ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. പ്രിയപിതാവേ, ഒരു അല്പസമയം അവിടുത്തെ വചനത്തിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങൾക്ക് ആവശ്യമായ ദൂത ദൈവാലോചനയും നൽകി ഇന്ന് രാവിലെ ഞങ്ങളെ ആദരിക്കണമേ. ദൈവമഹത്വം അവിടുന്ന് ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തണമേ. കൃപയിൽ നിലനിൽക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കിയാണ്. അത്ഭുതങ്ങളെ അവിടെ ഞങ്ങൾക്ക് അയച്ചേക്കണമേ. പൊന്നുനാമം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് മഹിമപ്പെടുത്തണം. മഹത്വം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. ശമൂവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. അതാണ് നമ്മൾ വായിച്ചത്. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. അടുത്തിരിക്കുന്ന ആർക്കെങ്കിലും ആ വേദഭാഗം കിട്ടിയില്ല എങ്കിൽ ദയവേത് നിങ്ങളൊന്ന് എടുത്തു കൊടുക്കണം. കാരണം ഞാൻ പ്രസംഗിച്ച് തീരുന്നത് വരെ അവർ ഇത് നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി അവർക്ക് കിട്ടിയില്ല, അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ദയവേത് നിങ്ങൾ അതൊന്ന് വേഗത്തിൽ എടുത്തു കൊടുത്ത് സഹായിക്കുവാൻ വിശേഷം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൽക്കാന എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് 1-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്ത് സംസാരിക്കുന്നത്. എൽക്കാന നമുക്കറിയാവുന്ന ഭാഗമാണ്. എൽക്കാന ആ മനുഷ്യനെ കുറിച്ച് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത് കെഹാത്യ കുടുംബത്തിലെ ഒരംഗമാണ്. കെഹാത്യ കുടുംബത്തിലെ അംഗമാണ്. അപ്പോൾ തന്നെ ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. ലേവി ഗോത്രത്തിൽപ്പെട്ട മനുഷ്യൻ. ലേവി ഗോത്രത്തിന്റെ പ്രത്യേകത എന്താണ്? പുരോഹിത ശുശ്രൂഷ, പൗരോഹിത്യ ശുശ്രൂഷ. അപ്പൊ എൽക്കാന എന്ന് പറയുന്ന ഈ മനുഷ്യൻ കെഹാത്യ കുടുംബത്തിലുള്ള ലേവി ഗോത്രത്തിലെ ആളാണ്. അപ്പൊ സ്വാഭാവികമായി ലേവി ഗോത്രത്തിൽപ്പെട്ട മനുഷ്യനാണെങ്കിൽ ഇയാളും എന്താകണം, എന്ത് ചെയ്യണം? ഹലോ, പൗരോഹിത്യ ശുശ്രൂഷ, പുരോഹിത ശുശ്രൂഷ സ്വാഭാവികം ചെയ്യണം. പക്ഷെ ഇദ്ദേഹം പുരോഹിത ശുശ്രൂഷ ചെയ്തതായിട്ട് നമുക്ക് വേദപുസ്തകത്തിലൊന്നും കാണാൻ കഴിയുന്നില്ല, മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം പൗരോഹിത്യ ശുശ്രൂഷ നിർബന്ധിതമായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പൗരോഹിത്യ ശുശ്രൂഷ നിർബന്ധിതമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ പാസ്റ്റർ മോൻ എന്ത് തന്നെ ചെയ്യണം, പാസ്റ്റർ ശുശ്രൂഷ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഡോക്ടർ മോൻ ആര് തന്നെ ആയിരിക്കണം, ഡോക്ടർ തന്നെ ആകണമെന്ന് നിർബന്ധം ഇല്ല. പക്ഷേ ദൈവത്തിന്റെ വിളി അകത്ത് ഉണ്ടായാൽ അത് വിട്ട് നാം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനും പാടില്ല. അപ്പൊ അതുകൊണ്ട് ഈ മനുഷ്യനെ സംബന്ധിച്ച് വളരെ നല്ല സാക്ഷ്യമുള്ള, നന്നായി ജീവിച്ച ഒരു ഭക്തനായിട്ടാണ് നമുക്ക് വേദപുസ്തകത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭക്തിയോടെ ജീവിച്ച ഒരു മനുഷ്യൻ. എന്നാൽ തന്റെ ജീവിത സാഹചര്യത്തെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. താൻ ജീവിച്ച സാഹചര്യത്തെ കുറിച്ച് മനസ്സിലാക്കണം. പറയാവേ, താൻ ജീവിച്ച സാഹചര്യത്തെ കുറിച്ച് മനസ്സിലാക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവനെ വിളിക്കുന്നതിനെന്നറിയാമോ, ഇവൻ ഞാൻ കഴിഞ്ഞ അടുത്ത് ഇവിടെ നിൽക്കേണ്ട ആളാണ്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും കഴിവും അവന്റെ മേൽ ദൈവം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവനെ കാണുന്ന ആളെന്നുമല്ല, അവൻ ആളിച്ചിരി മിടുക്കനായ ആളാണ്. ലേവിയ സ്വതന്ത്രം, ലേവിയ സ്വതന്ത്രം. ഓക്കെ, ഗുഡ്. എനിക്ക് വേണ്ടി ചീര കൊണ്ടുവന്ന് എന്നെ പോഷിപ്പിച്ച ആളാണ് ലേവിയ സ്വതന്ത്രം. കർത്താവ് സഹായിക്കട്ടെ. അപ്പോ വചനത്തിലേക്ക് വരാം. ദൈവവചനം വളരെ ദുർലഭം, കുറവായിരുന്ന, ഇല്ലാതായിരുന്ന ഒരു കാലം. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 3:2 വേഗം വായിച്ചോ, പറയുന്ന വാക്യം വേഗം വായിച്ചു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ആ കാലം
ആ കാലം, ഈ മനുഷ്യന്റെ എൽക്കാനയുടെ കാലം, ആ കാലം ദൈവവചനം എന്തില്ല? ആ വാക്ക് മനസ്സിലായിട്ടുണ്ടോ? കുറവായിരുന്നു, കുറച്ചൊക്കെ ഉള്ളായിരുന്നു. ഇന്നത്തെ പോലെ കൺവെൻഷൻ ഇല്ല, ഇന്നത്തെ പോലെ പ്രസംഗമില്ല, ഇന്നത്തെ പോലെ സഹായവുമില്ല, ബുധനാഴ്ച മീറ്റിംഗ് ഇല്ല, വെള്ളിയാഴ്ച മീറ്റിംഗ് ഇല്ല. ഉണ്ട്, വല്ലപ്പോഴും അവിടെ ഇവിടെ അയച്ച് ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ, അതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം. രണ്ടാമത്തെ ഭാഗം പറയുന്നു ദർശനവും കുറവായിരുന്നു. ഇന്നും കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നും ഇച്ചിരിയൊക്കെ കുറവാണ്. അതല്ലെങ്കിൽ പണ്ടത്തെ സഭായോഗങ്ങളിലൊക്കെ ആൾക്കാർ സാക്ഷ്യത്തിന് എഴുന്നേറ്റിരിക്കുമ്പോൾ പറയുമായിരുന്നു, ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു, എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ സംസാരിച്ചു. ഇന്ന് നമുക്ക് ദൈവത്തോട് സംസാരിക്കാനും സമയമില്ല, ദൈവത്തെ കാണാനും ഒക്കെ സമയമില്ലാത്തത് കൊണ്ട് ദർശനവും വെളിപ്പാടും ഒക്കെ നമ്മിൽ നിന്ന് അന്യം നിന്ന് പോയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ദർശനം, ദൈവ വെളിപ്പാട്, കാഴ്ചപ്പാടൊക്കെ മങ്ങിയ ഒരു കാലഘട്ടം. ചിന്തിക്കണമേ, ഒരു കുടുംബം ജീവിക്കുന്ന സാഹചര്യമാണ്, ആത്മതലത്തിൽ ഒരു കുടുംബം ജീവിക്കുന്ന സാഹചര്യമാണ്. അവരുടെ കാലഘട്ടത്തിൽ പ്രസംഗം കുറവ്, പ്രവചനം കുറവ്, ആരാധന കുറവ്, ആത്മീയ ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ കുറവ്. അപ്പൊ തന്നെ വെളിപ്പാടുകളും ദർശനങ്ങളും പ്രവചനങ്ങളും ഒക്കെ വളരെ നന്നായി കുറഞ്ഞ ഒരു കാലഘട്ടം. പക്ഷെ വചനം പറയുന്നു, ഈ കുടുംബം നന്നായി ദൈവത്തെ സേവിച്ച് ദൈവത്തെ ആരാധിക്കുവാനിടയായി. സാഹചര്യം നോക്കി അല്ല ദൈവത്തെ ആരാധിക്കേണ്ടതിന്, സാഹചര്യത്തിന് അതീതമായി എന്റെ അകത്ത് പകരപ്പെട്ട ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അത് അനുഭവിച്ചു വേണം ഞാൻ നിങ്ങളും ദൈവത്തെ സേവിക്കുക. സാഹചര്യം എല്ലായ്പ്പോഴും അനുകൂലമാകണമെന്നില്ല. ഞായറാഴ്ച നമുക്ക് ജോലിക്ക് പോകേണ്ടതായിട്ട് വരാം. ഒരുപക്ഷെ എല്ലാ ആരാധനകൾക്കും നമുക്ക് വന്ന് സംബന്ധിപ്പാൻ കഴിയാതെ പോകാം. പകലന്തിയോളം പണിപ്പെട്ട് കഴിയുമ്പോൾ ശരീരത്തിന്റെ ശരീരഭാഗങ്ങളെല്ലാം നമുക്ക് ക്ഷീണം വരാം. രോഗശൈലിയിൽ ഒരുപക്ഷെ നാം ആണ്ടുപോകുന്ന സാഹചര്യങ്ങൾ സ്വാഭാവിക മനുഷ്യനുണ്ടായേക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, അവസ്ഥയ്ക്കകത്തല്ല വ്യവസ്ഥയിലാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ പാദത്തിലേക്ക് അവയെല്ലാം അവഗണിച്ചുകൊണ്ട്, അവയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അടുത്തു വരുവാൻ ഒരു പൈതൽ, ഒരു വ്യക്തി തയ്യാറാകുന്ന പക്ഷം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സ്വർഗം അവരുടെ അടുക്കലേക്ക് ഇറങ്ങുമെന്നുള്ളത് ഞാൻ നിങ്ങളും മറക്കരുത്. ഇവർക്കൊരു പതിവുണ്ടായിരുന്നു. വായിച്ചേ, 1 ശമൂവേൽ 1:3. ഓക്കെ, അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? എൽക്കാനയുടെ വീട്ടുകാർക്ക് ഒരു പതിവുണ്ടായിരുന്നു. എവിടെ പോകുന്ന പതിവ്? ഹലോ, ശിലോവിൽ എന്തിനാ പോകുന്നത്? യാഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആരാധന. അപ്പോ എൽക്കാനയുടെ വീട്ടുകാർക്ക് ഒരു പതിവുണ്ടായിരുന്നു. എന്താ പതിവെന്ന് അറിയാമോ? ആരാധനയ്ക്ക് പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളെ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളിൽ ഏറിയ പങ്ക് ആൾക്കാരും ആരാധനയ്ക്ക് പതിവായി വരുന്നവരാ, അല്ലെങ്കിൽ എല്ലാ ആരാധനയ്ക്കും പതിവായി വരുന്നവരാ. എങ്കിലും നേർത്ത ഒരു വിഭാഗം ആൾക്കാര് സൺഡേ നമസ്കാരികളാണ്. പറഞ്ഞ് മനസ്സിലായി കാണുമല്ലോ. എന്താ ആ വാക്കിന്റെ അർത്ഥം? എങ്ങനെ? ഞായറാഴ്ച ക്രിസ്ത്യാനികളാണ്. സ്വത്രം ഹല്ലേലൂയ. കഴിയാഞ്ഞിട്ടല്ല, കഴിയാഞ്ഞിട്ടല്ല. നമ്മള് എന്തുകൊണ്ട്? പരിശ്രമിക്കാഞ്ഞിട്ട്. പരിശ്രമിക്കുകിൽ എന്തിനേയും വശത്താക്കാൻ ഈ യുഗത്തിൽ നമുക്ക് കഴിയും. മനസ്സൊക്കണം. ഹൃദയത്തിൽ മനസ്സിനെ ചേർത്ത് പിടിക്കണം. പറയണം, ഇന്ന് ബുധനാഴ്ച വൈകിട്ടത്തെ ആരാധനയ്ക്ക് 7 മണിക്ക് എന്നെ അവിടെ കൊണ്ടെത്തിക്കണം. അപ്പൊ തലവേദന വന്നിട്ട് പറയും നീ പോണ്ട, വയറുവേദന വന്നിട്ട് പറയും നീ പോകണ്ട. അപ്പോ തലവേദനയോടും വയറുവേദനയോടും പറയണം, ഇന്ന് ബുധനാഴ്ച ആരാധന, എനിക്ക് പോയേ പറ്റുകയുള്ളൂ, നീ പോയിട്ട് നാളെ വാ. നമ്മൾ പറയുന്നത് നാളെ വ്യാഴാഴ്ച എനിക്കൊരു ഫ്രീ ടൈം കിട്ടുന്നതാണ്, അന്ന് തലവേദനയും വയറുവേദനയും വന്നാൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇന്ന് നീ ഇരുന്നിട്ട് പോയാൽ കുഴപ്പമില്ല. യേശുവിൻ്റെ നാമത്തിൽ പല പിശാചെ
നീ എൻ്റെ അടുക്കിലേക്ക് വരരുത്, ഇറങ്ങി മാറിപ്പോ എന്ന് പറയാനുള്ള ആർജവം ദൈവസഭയ്ക്ക് ഉണ്ടാകണം. നമ്മുടെ ഏറിയ പങ്ക് സഹോദരന്മാരും ഈസി ചെയറിട്ട് AC-ക്കകത്ത് ജോലി ചെയ്യുന്നവരല്ല. അവരെല്ലാവരും വെയിലിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, നല്ല വെയിലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ വൈകിയ സമയങ്ങളിലൊക്കെ വന്നെത്തുക അല്പശ്രമകരമാണ്. ചിലരൊക്കെ ഓവർ ടൈം കൂടെ ചെയ്യുന്ന ആൾക്കാർ. പുരപ്പുറത്ത് കയറിയ ആ സോളാർ കത്തിയിട്ടേ പിന്നെ താഴെ ഇറങ്ങുള്ളൂ എന്ന് വാശി പിടിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് താനും. അപ്പൊ ഓർക്കുക, എങ്കിലും നമുക്കൊരു ഞായറാഴ്ച അല്ല മീറ്റിംഗിലൂടെ ദൈവത്തെ സേവിക്കാനുള്ള അവസരം ഉണ്ടാകണം. എൽക്കാന കുടുംബം പതിവായി ദൈവത്തെ സേവിക്കുന്നവരായിരുന്നു. ദാനിയേലിന് ഒരു പതിവുണ്ടായിരുന്നു. 10:5 വായിച്ചേ. ദാനിയേല് 10:5 ദൈവം വായിച്ചോ. ഈ ഫ്രണ്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ വായിക്കണം. പ്രായമുള്ളവരൊക്കെ ഒന്ന് അമർന്നിരിക്കുക. വായിച്ചേ ഫസ്റ്റ്. ദാനിയേൽ 10:5. ഞാൻ പറഞ്ഞ വാക്യം അതല്ലല്ലോ. ഓക്കെ, 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. താൻ മുമ്പേ ചെയ്തു വന്നിരുന്നത് പോലെ. ദാനിയേലിന് എന്താ ഉണ്ടായിരുന്നു? പ്രാർത്ഥനയ്ക്ക് ഒരു പതിവുണ്ടായിരുന്നു. പ്രാർത്ഥനയ്ക്ക് പതിവുള്ളവർ കർത്താവിന് മഹത്വം കൊടുത്താണ്ട് ക്ഷേത്രം വളരെ കൈ കുറവാണ്. ജോലിക്ക് പതിവുള്ളവർ കൈയുയർത്താൻ പറഞ്ഞാൽ എല്ലാവരും കൈയുയർത്തും. ജോലി ചെയ്ത് മടുത്ത് പാസ്റ്ററേ എന്ന് പറയും. പക്ഷെ പ്രാർത്ഥനയ്ക്ക് പതിവുള്ളവർ കൈയുയർത്താൻ പറഞ്ഞപ്പോൾ നമുക്ക് പെന്തിക്കോസുകാരാണ്. നമ്മുടെ ആത്മീയ മനുഷ്യനെ പിടിച്ചു നിർത്തുന്ന ഒരേ ഒരു ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. വേറെ ഒന്നുമില്ല. കൊച്ചുമക്കളെ ഇവിടെയൊക്കെ ശ്രദ്ധിച്ച് എന്നെ നോക്കിക്കൊണ്ടിരുന്നേ. ഞാൻ കാണാൻ കൊള്ളുന്ന ഒരു മനുഷ്യനാണ്, നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾക്ക് പഠിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് വേദപുസ്തകം വായിച്ചിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? പഠിച്ചു തുടങ്ങാം. ആശോ, വേദപുസ്തകം വായിച്ചിട്ട് പിന്നെ ഒരല്പസമയം പ്രാർത്ഥിച്ചിട്ട് വേണം പഠിച്ചു തുടങ്ങാൻ. ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർ ചിലപ്പോൾ ചിന്തിച്ചേക്കും, മറ്റുള്ളവർ അയ്യോ അവർ കാണില്ലേ ഇവർ കാണില്ലേ. നിന്റെ പതിവ് കാണുമ്പോൾ അവരുടെയും ജീവിതത്തിൽ ആ പതിവ് വന്നോളൂ. അവരും ക്രിസ്ത്യാനികളായിരിക്കും. ചില പെന്തിക്കോസുകാരെന്ന് പറഞ്ഞാൽ അയ്യോ പറയേയില്ല ഞാൻ പെന്തിക്കോസ് ആണെന്ന് ആരും അറിയരുത്, ആരും മനസ്സിലാക്കരുത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇല്ല, അവരുടെ നടുവിൽ വേദപുസ്തകം പറയുന്നു നമ്മൾ ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കണം. നമ്മൾ ഈ വിളക്ക് ഒക്കെ കെടുത്തി വെച്ചിട്ട് ജീവിക്കാൻ വേണ്ടി വന്നവരല്ല, നമ്മൾ വിളക്ക് കത്തിക്കാൻ വേണ്ടി വന്നവരാ. പുസ്തകം പറയുന്നത് പറയിൽ കീഴല്ല വയ്ക്കുന്നത്, തണ്ടിന്മേൽ വയ്ക്കണം. മലമേലിരിക്കുന്ന പട്ടണം പോലെ ആയിരിക്കണം ഞാനും നിങ്ങളും ഒരു സ്ഥാപനത്തിലായിരിക്കുമ്പോൾ, ഒരു സ്ഥലത്തായിരിക്കുമ്പോൾ. കാരണം എൻ്റെ അകത്ത് ഉൾവിളി ഉണ്ടാകണം, ഒരു പ്രകാശം ഉണ്ടാകണം. അത് ക്രിസ്തുവിന്റെ പ്രകാശമായി മാറണം. ദാനിയേൽ പറയുന്നത് എനിക്കൊരു പതിവുണ്ടായിരുന്നു, എനിക്കെതിരായിട്ടൊരു രേഖ വന്നു, പക്ഷെ ഞാനൊന്നും ഭയപ്പെട്ടില്ല. ഞാൻ പതിവായിട്ട് പ്രാർത്ഥിക്കുന്നത് പോലെ പോയിരുന്നു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ മറുപടി എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയായി വെളിപ്പെട്ടു. ഒരു രാജ്യം എനിക്കെതിരായിട്ട് തിരിഞ്ഞു, രാജാവിന്റെ കൽപ്പനയെതിരായിട്ട് തിരിഞ്ഞു. പക്ഷെ എന്റെ പതിവായുള്ള പ്രാർത്ഥനയുടെ പിൻബലം രാജകൽപ്പനയെ മാറ്റുവാനിടയായി. രാജാവിന്റെ ഇഷ്ടങ്ങൾക്ക് വിപരീതമായി ദൈവത്തിന്റെ ഇഷ്ടം എന്നിലൂടെ ആ ദേശം കാണത്തക്ക വിധത്ത്, ആ രാജ്യം കാണത്തക്ക വിധത്ത് ദൈവ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി. ഇന്ന് പകൽക്കാലം ഒറ്റയ്ക്കേ ഉള്ളുവെങ്കിൽ, നിങ്ങൾ ഏകനാണെങ്കിൽ കൂടി ഈ ദൈവവിശ്വാസത്തെ മാറോട് ചേർത്ത് പിടിച്ച് നിൽക്കാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ നിങ്ങൾ ജാതികളുടെ നടുവിൽ ലജ്ജിക്കയില്ല, നിങ്ങൾ സമൂഹത്തിന്റെ മുൻപിൽ ലജ്ജിക്കയില്ല, നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നവരുടെ മുൻപ് താഴ്ത്തപ്പെടുകയില്ല. മാനിക്കുന്ന ഒരു ദൈവം എന്നോട്
അലക്ഷ്യമാക്കരുത്. ആത്മീയ കാര്യങ്ങൾ നിശ്ചയമായി നമുക്ക് ഒരു പതിവ് പുലർത്തണം. ആത്മീയ കാര്യങ്ങൾ ഒരു നല്ല പതിവുണ്ടാകും. വേദപുസ്തകം വായിക്കുന്നതിൽ, ദൈവവചനം ധ്യാനിക്കുന്നതിൽ, ഒരല്പനേരം പ്രാർത്ഥിക്കുന്നതിൽ, ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കുന്നതിൽ, ദൈവത്തിൻ്റെ അടുത്ത് വരുന്നതിൽ, നമ്മുടെ വേദനകളും ഭാരങ്ങളും നിരത്തി വയ്ക്കുന്നതിൽ, നമ്മുടെ സഹവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ, നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യങ്ങളെ ഓർക്കുന്നതും പ്രാർത്ഥിക്കുന്നതിലുമൊക്കെ ഒരു പതിവ് ഒരു വിശ്വാസി എന്ന അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരിലും ഉണ്ടാകണം. അത് അനിവാര്യമാണ്. ഈ കുടുംബത്തെ കുറിച്ച് നമുക്ക് ഒന്ന് വചനത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കാം. പൊതുവായ ചില കാര്യങ്ങൾ നമ്മുടെ അവിടെ വായിക്കുന്നുണ്ട്. വളരെ മാതൃക പുലർത്തി ജീവിച്ച ഒരു നല്ല കുടുംബമായിട്ടാണ് എൽക്കാനയുടെ കുടുംബത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം പൊതുജനത്തെ അനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നില്ല എൽക്കാന. പൊതുജനമെന്ന് അലസതയിലും അജ്ഞതയിലും ദൈവത്തെ സേവിക്കുന്നതിലും ദൈവത്തെ ആരാധിക്കുന്നതിൽ അവഹേളന വരുത്തിയും ഒക്കെ മുൻപോട്ട് പോയപ്പോ എൽക്കാനയുടെ കുടുംബവും ദൈവത്തെ സേവിക്കാൻ അവർ മുൻപോട്ട് വന്നു. മുൻപന്തിയിൽ ദൈവത്തെ സേവിക്കേണ്ടവർ, ദൈവത്തെ ആരാധിക്കേണ്ടവർ, ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടവർ തെറ്റി ജീവിക്കുമ്പോ, അത് വിട്ടു ജീവിക്കുമ്പോ, ദൈവമില്ലാതെ ജീവിക്കുമ്പോ, ദൈവ ഭയം ലവലേശ ജീവിതത്തിൽ ഇല്ലാതെ നഷ്ടപ്പെടുത്തി ജീവിക്കുമ്പോഴും അതിന്റെ നടുവിൽ ജീവിക്കുന്ന എൽക്കാനയും കുടുംബവും ദൈവത്തെ നന്നായി സേവിച്ച് മുൻപോട്ട് പോയി. വായിക്കാമോ? 2:12 വായിച്ചു. 2:12. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീതിമാരും യഹോവയെ ഓർക്കാത്തവരും ആയിരുന്നു. പുരോഹിതന്റെ മക്കൾ എങ്ങനെയുള്ളവരായിരുന്നു? നീചന്മാരും ദൈവത്തെ ദൈവമുണ്ട് എന്നുള്ള ചിന്ത പോലും ഇല്ലാത്ത മക്കളാണ് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തു വന്ന ഏലിയുടെ മക്കൾ. 17-ാമത്തെ വാക്യം വായിച്ചത് ബൈബിളില്ലേ? യഹോവയുടെ വഴിപാട് നിന്ദിക്കുന്നവരുള്ള ഒരു സമൂഹം, യഹോവയുടെ വഴിപാട് നിന്ദിക്കുന്ന ഒരു സമൂഹം പാർത്തിരുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ദൈവാലയത്തിന് ആരാധനകൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ, പ്രാതിനിധ്യം കൊടുക്കാതെ, അതിനെ അവഹേളിച്ച, അതിനെ നിന്ദിച്ച, അതിന് കൊടുക്കേണ്ട വില കൽപ്പിക്കാതെ അതിനെ തട്ടിയെറിയുന്ന ഒരു സമൂഹം. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു കാര്യം കേട്ടത്, ശുശ്രൂഷിക്കാൻ ദൈവത്തിന്റെ ദാസൻ തിരുമേശയുടെ അപ്പവും വീഞ്ഞും മേശയുടെ പുറത്തു കൊണ്ടുവന്ന് വെച്ചു. ഒരു വിശ്വാസി സഹോദരൻ മുൻപിലേക്ക് വന്ന് ഈ അപ്പവും ഈ മേശമേലിരിക്കുന്ന ഈ വീഞ്ഞും എടുത്തുകൊണ്ട് പാസ്റ്ററുടെ മിശപിടി കൊണ്ടുവച്ചു. പാസ്റ്റർ തിരിച്ച് മറുപടി പറഞ്ഞില്ല. മിശപീഠിൽ ഇറങ്ങി ചെല്ലണമെങ്കിൽ 2 നില താഴെ ചെല്ലണം. ആ മനുഷ്യൻ സാവകാശം താഴേക്ക് പോയി വീണ്ടും ആ അപ്പവും വീഞ്ഞും എടുത്തുകൊണ്ട് തിരുമേശയുടെ മുകളിൽ കൊണ്ടുവച്ചു. രണ്ടാമത് ഈ സഹോദരൻ ആ അപ്പവും വീഞ്ഞും തിരുമേശയിൽ നിന്ന് എടുത്തുകൊണ്ട് പുറകിൽ കൊണ്ടുവന്ന് വെച്ചു. ആരാധന അലക്ഷ്യമാക്കരുത്. ഞാൻ നിങ്ങളും നമ്മുടെ നഗ്നത കണ്ടുകൊണ്ട് കാണുന്നത് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഒരു പാസ്റ്ററെയാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, കേവലം ഒരു പാസ്റ്റർ നമ്മുടെ മുൻപിൽ നിന്ന് ശുശ്രൂഷിക്കുന്നു എന്നതല്ല, ഇത് തിരുസാന്നിധ്യം അനുഭവിക്കുന്ന, തിരുകൃപ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണെന്ന് തിരിച്ചറിഞ്ഞ് പാസ്റ്റർക്ക് വില കൽപ്പിക്കുന്നതിനേക്കാൾ അപ്പുറം എന്റെയും നിങ്ങളുടെ നഗ്ന നേത്രത്തിൽ കാണാൻ കഴിയാതെ അകക്കണ്ണിന് കാണാൻ കഴിയുന്ന ഒരു മനാളത്വത്തിൽ ഇതിനകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ആത്മീക ശുശ്രൂഷകൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്ത് ദൈവത്തെ ആരാധിപ്പാൻ ഈ ദിവസങ്ങളിൽ തയ്യാറാകണം. ഞാൻ ഇന്നലെ ഒരു കുഞ്ഞിനെ ഒന്ന് അല്പം വിരട്ടി. ഇവിടെ ആർഷോ ഇരിക്കുന്നത് പോലെ ഇത്രയും അടുത്തായിട്ട് ആ കുഞ്ഞിരിക്കുക. ഈ ആർഷോ എന്ന് പറഞ്ഞ 10 പ്രാവശ്യം പറഞ്ഞാൽ ഞാൻ പഠിക്കുള്ളൂ. ഓക്കെ, അപ്പൊ കുഞ്ഞവിടെ ഇരിക്കുക. അത് ഒരു
2-3 വയസ്സ് പ്രായം വരുള്ളൂ. അവിടെ ഇരുന്ന് അവൻ തലകുത്തി മറിയുക. ഇതെല്ലാവരെയും അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്ന പിള്ളേരെയൊക്കെ തട്ടി വിളിച്ച് കാണിക്കുക. ബഹളത്തോട് ബഹളം. തൊട്ട് പുറകിൽ അപ്പൻ ഇരിക്കുന്നു, തൊട്ട് ലെഫ്റ്റ് സൈഡിൽ അമ്മ ഇരിക്കുന്നു. ഇവർ കണ്ട ഭാവം നടിക്കുന്നില്ല. പിന്നെ വിശ്വാസികൾക്കൊക്കെ എന്തെങ്കിലും കാണാൻ കിട്ടിയാൽ പിന്നെ പ്രസംഗമില്ല, മറ്റെന്തോ കാര്യം. അവർക്ക് ഇതൊരു ആഘോഷം. ഈ കൊച്ചിന്റെ മറിച്ചിട്ട് അവർക്കൊരു ആഘോഷം. ഞാൻ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഒരു പൊടിക്കൊന്ന് അടങ്ങി ഒന്നിരി, ഞാനൊന്ന് പ്രസംഗിച്ചോട്ടെ. അവൻ എന്തോ കേൾക്കാനിരിക്കുന്നു, ഈ കിളവന് വേറെന്തെങ്കിലും പറയാനില്ലേ എന്ന് വിചാരിച്ച് ഇവൻ എന്നെ ഒരു നോട്ടം നോക്കിയിട്ട് അവൻ വീണ്ടും അത് എന്നെ തുടരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? അവിടെ ഒരു അല്പസമയത്തേക്ക് മൗനം. ഞാൻ വീണ്ടും ചോദിച്ചു, ഹലോ, ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഒരു പാസ്റ്റ് ചാടി അങ്ങ് എഴുന്നേറ്റു വന്ന കുഞ്ഞിനങ്ങ് എടുത്തു. ഞാൻ പറഞ്ഞു, നമ്മുടെ ഞായറാഴ്ച സഭായോഗങ്ങളിലൊക്കെ ഇങ്ങനെ ആയിരിക്കുമല്ലേ? വിശ്വാസികൾ ആലയത്തിൽ വരുന്നത് ദൈവത്തെ ആരാധിക്കാനാണ്, മക്കളുടെ കളി കാണാനല്ല വരുന്നത്. നമുക്കും പിഞ്ചു മക്കളൊക്കെ ഉണ്ട്, കുഞ്ഞുകുട്ടികളൊക്കെ ഉണ്ട്. ഇവരൊക്കെ കുഞ്ഞായിരുന്നു. ഞാനിവിടെ വരുമ്പോ ഏഞ്ചലിന് എത്ര വയസ്സുണ്ടടാ? 3 വയസ്സുണ്ട്. അവളിവിടെ വന്നിരിക്കുമായിരുന്നു. ഇപ്പൊ ഏഞ്ചലിന്റെ അനിയനുണ്ട്, 3 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അമ്മേനെ മടിയിലേക്ക് എത്തുള്ളവര് പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ അത് ഇവിടെ ഇരിക്കേണ്ട ആളാണ്, ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കേണ്ട ആളാണ്. നമ്മൾ മടിയിലേ ഇരുത്തുള്ളെങ്കിൽ മടിയിലേ ഇരിക്കുള്ളൂ. നമ്മൾ ഫ്രണ്ടിൽ ഇരുത്തിയാൽ ഫ്രണ്ടിൽ ഇരിക്കും. ഈ കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞായിരുന്നിട്ട് വലുതായ ആളാണ്. മക്കൾ ഈ പള്ളിയിൽ വരുമ്പോ എത്ര വയസ്സുണ്ടായിരുന്നു? നിനക്ക് ഓർമ്മയില്ല, കാരണം അത്രയ്ക്ക് കുഞ്ഞിലാവുന്നതല്ല അല്ലേ സിസ്റ്ററെ? ഏത് പ്രായം ഉണ്ടായിരുന്നായിരിക്കും? അത്രയും കുഞ്ഞ്. അവരൊക്കെ ഫ്രണ്ടിൽ ഇരിക്കുമായിരുന്നു. അവരെ ഇരുത്തുമായിരുന്നു, ശീലിപ്പിക്കുമായിരുന്നു, അവരോട് കാര്യങ്ങൾ പറയുമായിരുന്നു, മനസ്സിലാക്കുമായിരുന്നു. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരെ മക്കൾ കരഞ്ഞെടുത്തുകൊണ്ട് വെളിയിൽ പോയാൽ, നിങ്ങൾ ഏത് ആരാധനയിൽ ഇരുന്നാലും ഉള്ള കാലം മൊത്തവും ആരാധനയുടെ വെളിയിൽ നിങ്ങൾ ഇരിക്കും. പക്ഷെ മക്കളെ പിടിച്ചിരുത്തി ആരാധനയുടെ ഭാഗമാകാൻ ശ്രമിച്ച ഒരു 4-5 ഞായറാഴ്ച അല്ലെങ്കിൽ ഒരു 4-5 ആരാധനകൾക്ക് അവർ ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കുക. അത് കഴിയുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാകും. ആരാധനയ്ക്കകത്ത് മൗനമായും മര്യാദയ്ക്ക് ഇരിക്കണം. അത് ദൈവത്തെ ആരാധിക്കേണ്ട ഇടമാണെന്ന് കുഞ്ഞു പ്രായത്തിലെ മനസ്സിലാക്കി തുടങ്ങും. അതുകൊണ്ട് പച്ച മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ചൊട്ടയിലെ ശീലം ചുടല വരെ. എങ്ങനെ നമ്മൾ കുഞ്ഞുനാളിൽ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുമോ അതാണ് അവന്റെ ജീവിതത്തിന്റെ അവസാന വളർച്ച. ഓർക്കണമേ, ഏലിയുടെ മക്കൾ നീതന്മാര് ആരാധനയെ അലക്ഷ്യമാക്കുന്നവർ. ഒരു വാക്യം കൂടെ വായിച്ച 22 ഞാൻ വായിച്ചോ. ഓക്കെ, ലോകമര്യാദയില്ലാത്ത ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ. അതാരുടെ മക്കൾ എന്നറിയാമോ? ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്റെ മക്കൾ. അങ്ങനെയുള്ള ഒരു കാലത്താണ് ഇവിടെ എൽക്കാനയും അവന്റെ കുടുംബവും ദൈവത്തെ സേവിക്കുവാൻ ദൈവാലയത്തിലേക്ക് കടന്നു പോകുന്നത്. പൊന്നു സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുപാട് നോക്കി നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ സാധ്യമല്ല. ഇടവും വലവും നോക്കി ദൈവത്തെ ആരാധിക്കാൻ സാധ്യമല്ല. അന്തനെയും ചേട്ടനെയും നോക്കി, അമ്മയും അപ്പനെയും നോക്കി, സഹോദരനെയും സഹോദരിയെയും നോക്കി, മക്കളെ നോക്കി നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധ്യമല്ല. ദൈവത്തെ ആരാധിക്കണമോ അകത്തൊരു വെളിപ്പാടുണ്ടാകണം. എന്നെ ഉണ്ടാക്കിയവന്, എന്നെ മനഞ്ഞവന്, എന്നെ ഞാനാക്കി തീർത്തവന്, എന്നെ ഇതുവരെ കൊണ്ടുവന്നവന് ഞാൻ ആരാധിച്ചേ മതിയാകൂ, ഞാൻ ആരാധിച്ചേ തീരൂ. അതുകൊണ്ട് ഏത് ജീവിത സാഹചര്യത്തില് ഞാൻ ഈ ദൈവത്തെ ആരാധിക്കുക, ഞാൻ പിന്നോട്ട് മാറുകയില്ല. നമുക്ക് ആ ഒരു വലിയ തീരുമാനം നമ്മുടെ ഹൃദയങ്ങൾക്കകത്ത് ഉരുവാകണം, ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം, നമ്മൾ അതിനുവേണ്ടി തയ്യാറാകണം. എങ്കിൽ മാത്രമേ ആത്മീയ തലത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയുള്ളൂ. മുൻപിൽ നിൽക്കേണ്ടവർ മുൻപിൽ നിൽക്കാതെ പിന്നോക്കം തിരിയുമ്പോ, ശുശ്രൂഷയുടെ ഭാഗമായി തീരേണ്ടവർ അതിൽ നിന്ന് അകന്ന് പിന്മാറി നിൽക്കുമ്പോ, പാടേണ്ടവർ പാടാതിരിക്കുമ്പോ, പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിക്കാതിരിക്കുമ്പോ, ആരാധിക്കേണ്ടവർ ആരാധിക്കാതിരിക്കുമ്പോ, ഇന്ന് പകൽക്കാലം അവരെ നോക്കിയിട്ട് ഞാൻ നിങ്ങളെ കുറ്റം വിധിച്ചുകൊണ്ടിരിപ്പവനല്ല. കൈയടിക്കാതിരിക്കുന്നു, പാടാതിരിക്കുന്നു,
സന്തോഷത്തോടെ ഞാൻ ദൈവത്തെ ആരാധിക്കുക, അനുഗ്രഹത്തോടെ ഞാൻ ദൈവത്തെ ആരാധിക്കുമെന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്ത് എഴുന്നേൽപ്പ നമ്മൾ ഇന്ന് പകൽക്കാലം തയ്യാറാകണം. സ്തോത്രം. ഇതൊക്കെ ചെയ്ത് മുൻപോട്ട് പോകുന്ന ഒരു നല്ല കുടുംബം. എങ്കിലും ആ കുടുംബത്തിന് ഒരു ചെറിയ പോരായ്മ. പ്രാർത്ഥനയ്ക്ക് പോകും, ആരാധനയ്ക്ക് പോകും, വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, എല്ലാം കൊള്ളാം. പക്ഷെ എങ്കിലും ഒരു ചെറിയ പോരായ്മ ഇത്രയേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വീട്ടിനകത്ത് ചെറിയ വഴക്ക് നടക്കും. ഹലോ, ഇടയ്ക്കിടയ്ക്ക് വീട്ടിനകത്ത് ചെറിയ വഴക്ക്. എന്താ ഈ വീട്ടിനകത്ത് വഴക്കടക്കാൻ കാണണമെന്നറിയാമോ? വീട്ടിനകത്ത് വഴക്ക് നടക്കാൻ കാരണം എന്താ? കെഹാത്യ കുടുംബക്കാരനാണ്, അല്ല കുടുംബക്കാരനാണ്, ലേവി ഗോത്രത്തിൽപ്പെട്ടവനാണ്. പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള നിയോഗമുള്ള മനുഷ്യനാണ്. പക്ഷെ എങ്കിലും പുള്ളിക്കൊരു താല്പര്യം, കെട്ടുമ്പോൾ എത്ര എണ്ണം കെട്ടണം? രണ്ടെങ്കിലും കെട്ടണം. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും പുള്ളി ഏത് ശുശ്രൂഷയ്ക്ക് പോകാത്തത്. കാരണം ഈ രണ്ടിനെയും മാച്ച്, പിന്നെ രണ്ടിലുള്ളതിനെയും മാച്ച്, കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വരുമ്പോൾ ഇവിടെ ആശീർവാദത്തിന് സമയമാണ്. അപ്പൊ അതിനേക്കാളും നല്ലത് മാന്യമര്യാദയ്ക്ക് അവരെയൊക്കെ നോക്കി വീട്ടിൽ ഇരിക്കുന്നതാണ് നല്ലത്. എല്ലാം ഉണ്ട്, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, പള്ളിയുണ്ട്, ധ്യാനമുണ്ട്, എല്ലാ സംവിധാനമുണ്ട്. പക്ഷെ വീട്ടിനകത്ത് അത്ര അങ്ങോട്ട് സുഖമില്ല, സ്വസ്ഥത കുറവാണ്. തമ്മിൽ നോക്കിയാൽ ഭയങ്കര ഗുസ്തിയാണ്. നല്ല പേരുള്ള രണ്ട് സഹോദരിമാർ. ഒരു സഹോദരന്റെ പേരെന്ന് പറയുന്നത് എന്താണ്? അല്ലല്ല, അത് രണ്ടാമത്തെ പെനീന എന്ന പേരിന്റെ അർത്ഥം പേളെന്നാണ്. പേളെന്ന വാക്കിന് പവിഴമെന്നോ പ്രഷ്യസ് സ്റ്റോൺ എന്നൊക്കെയാണ് അർത്ഥം. പേൾ. അപ്പോ വീട്ടില് ഭർത്താവ് വിളിക്കുന്നത് പവിഴമേ വന്നാലും പ്രഷ്യസായ എന്റെ മുത്തേ ആനി പറഞ്ഞതുകൊണ്ടാണ് വന്നാലും. പക്ഷെ വീട്ടിന്റെ അവസ്ഥ പേരിന് അന്വർത്ഥമാകുന്ന ജീവിത നിലവാരമല്ല. ഒരു ധിക്കാരി, അഹങ്കാരി, എന്തിനും ഏതിനും സംസാരം, എടുത്തിയാട്ടം, കുടുംബത്തിന്റെ സ്വസ്ഥതയും സമാധാനം കെടുത്താൻ അങ്ങ് അറ്റം വരെ ശ്രമിക്കുന്നവർ. പേരെന്താ? പെനീന. എന്താ അർത്ഥം? മുത്തേ. എന്താ അർത്ഥം? പവിഴമേ. നല്ല പേര്. രണ്ടാമത്തെ പേര് എന്താണ്? ഹന്ന. ഹന്ന എന്ന പേരിന് ഗ്രേസ് എന്നോ ഫേവർ ഓഫ് ഗാഡ് എന്നാ? ഫേവർ ഓഫ് ഗാഡ്. പുതിയ നമ്മുടെ മലയാള ഭാഷയിലേക്ക് കൊണ്ടുവന്ന കൃപ എന്നാണ് അർത്ഥം. എന്താണ് കൃപ? എല്ലാം കൂടെ കിട്ടിയിരിക്കുന്നു, എല്ലാം കൂടെ കിട്ടി. പക്ഷെ വീട്ടിനകത്ത് കൃപയ്ക്ക് എന്തില്ല? സ്വസ്ഥതയില്ല, സമാധാനമില്ല, ശാന്തതയില്ല. ഒരു വല്ലാത്ത അവസ്ഥയിൽ ആ സ്ത്രീ മുമ്പോട്ട് പോവുകയും. ഈ രണ്ട് പേര് വീട്ടിലുള്ളിടത്തോളം കാലം കെട്ടിയവന്റെ സ്ഥിതി എന്തായിത്തീരുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുമ്പോൾ ഒന്നൊരു മൂലക്കിരുന്ന് കരച്ചിലോട് കരച്ചിൽ. പെനീന നോക്കി, പെനീന നുള്ളി, പെനീന മാന്തി, അവൾ അത് പറഞ്ഞു, ഇത് പറഞ്ഞു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. അടുത്ത മുറിയിലോട്ട് കയറിയപ്പോ അവൾ തുടങ്ങി. ഹന്ന ഒരു ജോലി ചെയ്യൂല, അവൾ അങ്ങനെ ഇരിക്കുള്ളൂ. അവളെ മുഖത്ത് നോക്കി എന്തെങ്കിലും പറഞ്ഞ മുഖം വീർപ്പിക്കും, കടന്തൽ കൂടുപോലെ ഇരിക്കും, കരിവാളിച്ചിരിക്കും. അയ്യോ, ഇവളെയും വഹിച്ചുകൊണ്ട് എനിക്ക് ഈ വീട്ടിനകത്ത് താമസിക്കാൻ കഴിയില്ല, എനിക്ക് ഇവിടെ പറ്റില്ല. ഹലോ, നിങ്ങളൊക്കെ പോയോ? പൊന്നു സഹോദരങ്ങളെ, 8:30 മണി മുതൽ 5:30 മണി വരെ വെയിലത്ത് നിന്ന് ഈ ജോലികളെല്ലാം ചെയ്ത് കഷ്ടപ്പെട്ട് 1000-1200 രൂപ പൈസയും മേടിച്ചുകൊണ്ട് വീട്ടിനകത്ത് കയറി വരുമ്പോൾ ആ മനുഷ്യന് സ്വസ്ഥമായിട്ടൊരു കാപ്പി ഇട്ട് കൊടുക്കുകയും
കൊടുക്കുകയോ, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കുകയോ, ഒരു കൈലിത്തുണ്ട് എടുത്ത് കൊടുക്കുകയോ, ഒരു തോർത്തെടുത്ത് കൊടുക്കുകയോ? എങ്ങനെ ഉണ്ടായിരുന്നു ജോലി? സ്വസ്ഥമായിരുന്നോ? സമാധാനമായിരുന്നോ? എല്ലാവരും ജോലിക്ക് എത്തിയോ? വെയിലത്താണോ നിന്നത്? തണലത്താണോ നിന്നത്? നാളെ ജോലി ഉണ്ടോ എന്ന് വല്ല രണ്ട് വാക്ക് ചോദിക്കേണ്ടതിന് പകരം വന്നു കയറിയ ഉടനെ അമ്മായിയുടെ കുറ്റം, വന്നു കയറിയ ഉടനെ മരുമകളുടെ കുറ്റം, വന്നു കയറിയ ഉടനെ മോന്റെ കുറ്റം, വന്നു കയറിയ ഉടനെ പാസ്റ്ററുടെ കുറ്റം. അതുകൊണ്ട് ഇടയിലിരിക്കും. അപ്പൊ ഇതെല്ലാം വെറുതെ എന്തിനാണ് ആ മനുഷ്യനോട് നിങ്ങൾ വെറുതെ പറഞ്ഞ് കഷ്ടപ്പെടുത്തുന്നത്? പിന്നെ നമുക്ക് ഗൾഫുകാരില്ലാത്തത് കൊണ്ട് ഞാൻ അതുകൊണ്ടൊന്ന് ചേർത്ത് പറയും. ഈ ഗൾഫില് ഭർത്താക്കന്മാർ പോയ ഇവിടെ നിൽക്കുന്ന ഭാര്യമാർ വിചാരിക്കുന്നത് അവർ സ്വർഗത്തിൽ എവിടെയോ ആണ് താമസിക്കുന്നതാണ് ചിന്തിക്കുന്നത്. അവർ സ്വർഗത്തിൽ എവിടെയോ താമസിക്കുക. പിന്നെ ഇവരെ കയ്യിൽ ഇത്രയുള്ളൊരു വാനിറ്റി ബാഗൊക്കെ കിട്ടിയിട്ട് അങ്ങോട്ട് പോകൊക്കെ കാണാം. ഇവരെന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞിട്ട്. പൊന്നു സഹോദരങ്ങളെ, ഗൾഫിൽ പോയിട്ടുള്ള എനിക്കറിയാം അവരനുഭവിക്കുന്ന കഷ്ടതയുടെ എത്രയോ വലിയ വലിപ്പം. ഈ നിൽക്കുന്ന പുൽപ്പിറ്റില്ലേ, ഈ നിൽക്കുന്ന പുൽപ്പിറ്റ് 3 മുറിയാക്കി അതിനകത്ത് 12 പേര് താമസിക്കും. അത്രയ്ക്ക് കൺജസ്റ്റഡ് ആയിട്ട് ഒരു കട്ടിലിടേണ്ടടുത്ത് ആ കട്ടിൽ നിലകൾ ഉണ്ടാക്കി 3 കട്ടിലാക്കി അതിനകത്ത് താമസിക്കുന്ന വ്യക്തികളാണ് നമുക്കിവിടെ പൈസ അയച്ചു തരുന്നത്. അവര് വല്ലതും നന്നായി കഴിക്കേണ്ട സമയത്ത് ഒരു കുപ്പൂസും കഴിച്ച് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ച് അവരുടെ ജീവിതം മുൻപോട്ട് നയിച്ചാണ് വല്ല കാശും നമുക്ക് വേണ്ടി ബാക്കി മാറ്റി വയ്ക്കുന്നത്. ഇവിടെ നമ്മൾ നെഞ്ചും പിരിച്ച് അങ്ങ് നടക്കിയ ഞാൻ ഗൾഫുകാരന്റെ ഭാര്യയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഗൾഫിൽ താമസിക്കുന്നവനൊക്കെ ഒരു 6 മാസം ഭാര്യമാരെ കൂടെ കൊണ്ട് അവിടെ താമസിക്കും. രാവിലെ 6 മണിക്ക് ഇറങ്ങിപ്പോകും, രാത്രി ഒരു 7 മണിക്ക് തിരിച്ചു വരും. ഈ 12 മണിക്കൂർ നമ്മൾ ഒറ്റയ്ക്കാ മുറിക്കാതിരിക്കണം. ഇവിടെ അപ്പുറത്ത് അങ്ങോട്ട് തള്ളി ഇങ്ങോട്ട് മറിയുന്നു, അങ്ങോട്ട് മതിലിനകത്ത് തലയിട്ട് അവരെ നോക്കി ഇവരെ നോക്കി അവരെ കുറ്റം പറഞ്ഞ് ഇവരെ കുറ്റം പറഞ്ഞ് അവരോട് സംസാരിച്ച് ഇവരോട് സംസാരിച്ച് നിന്ന പാർട്ടികൾ അവിടെ ചെന്നിരിക്കണം. 1 മാസം നിൽക്കുന്നതിന് മുമ്പേ പറയും, എന്നെ കൊണ്ട് ഇവിടെ പറ്റില്ല, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞാനിതാ പോണേ എന്ന് പറയും. ആ സ്ഥലത്താണ് 10 കൊല്ലം 20 കൊല്ലം 30 കൊല്ലം നമ്മുടെ സഹോദരന്മാര് കഷ്ടപ്പെട്ട് ത്യാഗം അനുഭവിച്ച് ജോലി ചെയ്തത്. പൊന്നു സഹോദരങ്ങളെ പറയട്ടെ, ഒഴിവുണ്ടെങ്കിൽ അടുക്കളയിൽ നിന്ന് അല്പസമയം പോലും ഒന്ന് വെളിയിൽ ഇറങ്ങാനുള്ള അവസരം ഉണ്ടെങ്കിൽ ഈ ജോലിക്ക് പോകുന്ന സഹോദരന്മാർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. സ്തോത്രം, സ്തോത്രം. ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ല, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത്. 2 വീലുള്ള വണ്ടിയിലാണ് ഇവർ പോകുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 1.5 ഇഞ്ച് പോലും റോഡിൽ തൊടുന്നില്ല ആ ടയർ. അത് വെച്ചാണ് അവർ രാവിലെ മുതൽ വൈകിട്ട് വരെ യാത്ര ചെയ്യുന്നത്. 4 വീലർ ഉപയോഗിക്കുന്നവർ കാണാം, വലിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ കാണാം. നമുക്കറിയാം, നമ്മൾ എത്ര സൂക്ഷിച്ചാലും നെഞ്ചത്ത് കയറാൻ കണക്കിന് വണ്ടി ഓടിച്ചു വരുന്ന എത്രയോ ആൾക്കാരുണ്ട്. കഷ്ടമൊരു കാര്യം. ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസത്തേക്ക് മുമ്പേ അതിന്റെ ഭീകരത കാണുവാനിടയായി. രാവിലെ പ്രഭാതത്തിൽ ഭർത്താവ് ഭാര്യയെ ബസ് കയറ്റി അയക്കാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുക. ഭാര്യ മുന്നിൽ നിൽക്കുന്നു, ഭർത്താവ് പുറകെ നിൽക്കുന്നു. ആ സമയത്താണ് ചുവാണ്ടത്ത് നിന്ന് അങ്ങോട്ട് പോയ ഒരു പാല് കയറ്റിയ വണ്ടി വന്ന് 2 സ്ത്രീകൾ അടുത്തടുത്ത് നിൽക്കുകയായിരുന്നു. അവരെ ഇടിച്ച് അവരുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിപ്പോയി, മരിച്ചുപോയി. പറഞ്ഞ മനസ്സിലായി? നമ്മളെല്ലാം വാഹനം ഉപയോഗിക്കുന്നവരാ. നമ്മൾ എത്ര ഒതുങ്ങി ജീവിച്ചാലും ജീവിക്കാൻ സമ്മതിക്കാത്തൊരു ഭൂമിയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഒരല്പസമയം അടുക്കളയിൽ നിന്ന് വെളിയിൽ ഇറങ്ങാനുള്ള ഒരു സമയം കിട്ടിയ നമ്മുടെ സഹോദരിമാർക്കൊക്കെ വീട് പണിയുമ്പോൾ എപ്പോഴും പറയുന്ന ചൊല്ലാണ്, പാസ്റ്റർ വലിയ അടുക്കള വേണം, വലിയ അടുക്കള വേണം. അവിടെ കട്ടിലിട്ട് കിടക്കാനാണ് അടുക്കള. എന്തിനാ? നിങ്ങൾക്ക് അത്യാവശ്യം ചെന്ന് വീട്ടിൽ പാചകം ചെയ്ത് ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ട് ഇറങ്ങിപ്പോണം. ഇത് രാവിലെ തൊട്ട് ചിലർക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കുന്നതേ ഇഷ്ടമില്ല, കത്തിക്കൊണ്ടേയിരിക്കണം. പണ്ട് കാലങ്ങളിലൊക്കെ തീ ഉണ്ടാക്കാൻ വലിയ പാടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുമായിരുന്നു അറിയാമോ? എന്തെങ്കിലും ഇച്ചിരി കരിയിലേക്കും മാറിയിട്ട് അടുപ്പ് വെറുതെ അങ്ങ് കത്തിച്ചുകൊണ്ടിരിക്കും. പൊന്നു സഹോദരങ്ങളെ, ഗ്യാസിനൊക്കെ ഭയങ്കര വിലയാണ്. ആവശ്യത്തിനും അത്യാവശ്യത്തിനും മാത്രം ഇതൊക്കെ ഉപയോഗിക്കുക. അതല്ലാതെ ചുമ്മാ കത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പൈസ നഷ്ടമായി കൊണ്ടേയിരിക്കും. എന്തിനു പറയേണ്ടി വന്നു എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും കുറച്ച് പേർക്കൊക്കെ കൊള്ളുമെന്ന് എനിക്കറിയാം.
എങ്കിലും സർവശക്തനായ കർത്താവ് സഹായിക്കട്ടെ. ആ കുടുംബത്തിന്റെ അവസ്ഥ, ആ മനുഷ്യന്റെ അവസ്ഥ, കയറി വന്നാൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല. പക്ഷെ എങ്കിലും ഒന്ന് ഓർത്തു നോക്കുക, ഇത് ആര് വരുത്തി വെച്ച വിനയാ? ഇത് ആര് വരുത്തി വെച്ച വിനയാ? നമുക്ക് എപ്പോഴും കുറ്റപ്പെടുത്താൻ കിട്ടിയ ആളെന്ന് പറയുന്നത് ഭർത്താക്കന്മാർ. എപ്പോഴും കുറ്റപ്പെടുത്താൻ കിട്ടിയത് ഭർത്താക്കന്മാർ. എന്ത് കാര്യമാണ്? അയാളെ മണമാണ് ചെയ്യും, അങ്ങനെ ജീവിക്കും. ഞാൻ എത്ര പറഞ്ഞാൽ, എന്ത് ചെയ്താൽ, എങ്ങനെ പൊട്ടൻ, ഒരു തിരിച്ചു ഒരു മറുപടി, ഒരു നേരെ ചിന്തിക്കൂല, ചിന്തിച്ചൊരു കാര്യം ചെയ്യും. അങ്ങനെ അയാൾ അത് തന്നെ. പൊന്നു സഹോദരങ്ങളെ, ആ പൊട്ടനെ ജീവിതത്തിൽ ഏൽപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. വേറെ ഏതെങ്കിലും പൊട്ടനായിരുന്നെങ്കിൽ 3 കഷ്ണമാക്കി കുഴിക്കകത്ത് വയ്ക്കുമായി. സ്വത്ര അപ്പൊ ഇതിനകത്തും ഈ മനുഷ്യന് ഒരു സന്തോഷം ഉണ്ടാകണ്ടേ? ഇതിനകത്തും ഒരു ആശ്വാസം ഉണ്ടാകണ്ടേ? ഇതിനകത്തും ഈ മനുഷ്യന് അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ആനന്ദം ഉണ്ടാകണ്ടേ? അതിന് അവൻ കണ്ടെത്തിയ വഴി എവിടെന്ന് അറിയാമോ? അവൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുമായിരുന്നു. ഇന്ന് രാവിലെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ആലയങ്ങൾ പണ്ട് കാലങ്ങളിലെ എല്ലാ ദിവസവും തുറന്നിടുമായിരുന്നു. എല്ലാ ദിവസവും തുറന്നിടുമായിരുന്നു. എന്താ കാര്യം എന്നറിയാമോ? സഭാവിശ്വാസികൾ ആരെങ്കിലുമൊക്കെ ആലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കും. ഇന്ന് നമുക്ക് അതിന് കഴിയാതെ പോകുന്നു. പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ ആലയമൊന്നും നമുക്ക് തുറന്നിടാൻ പറ്റത്തില്ല, നമ്മുടെ സാഹചര്യം അങ്ങനെ. പക്ഷെ പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ല. എല്ലാ ആലയങ്ങളും എല്ലാ ദിവസവും തുറന്നിട്ടെങ്കിലും രാത്രിയെ പൂട്ടുള്ളൂ, രാത്രിയെ അടയ്ക്കുള്ളൂ. ദൈവദാസന്മാർ രാവിലെ വന്ന് ആലയം തുറന്ന് ആലയത്തിൽ പ്രാർത്ഥിച്ച് അവർ കടന്നു പോകും. പക്ഷെ വിശ്വാസികൾ പുറകെ, സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ, 1, 2, 3 പേരൊക്കെ ചേർന്നവർ ആലയത്തിൽ വന്നിരുന്ന് പായെടുത്തിട്ട് പ്രാർത്ഥിച്ച് ദൈവമുഖം അന്വേഷിക്കും. എന്താ കാര്യമെന്നറിയാമോ? വീടുകൾക്കകത്ത് 5, 10, 8 പേരൊക്കെ താമസിക്കുന്നതാ. വീടുകൾക്കകത്ത് പ്രശ്നങ്ങളുണ്ട്, സങ്കീർണതകളുണ്ട്. 1, 2 മുറികളെ കൊണ്ട് സ്വസ്ഥമായി നിന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുകയില്ല. ഇന്ന് 2 മുറി, ഇന്ന് 2 വീട്, 2 ആൾക്കാരുമുണ്ട്, 5, 10 മുറികളുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ ഇടമുണ്ട്, പ്രാർത്ഥിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അപ്പൊ അതുകൊണ്ട് പള്ളിയിൽ തന്നെ വരണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ആ കാലങ്ങളിൽ അങ്ങനെയല്ല. ജനം ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കുമായിരുന്നു. ഒരു കാര്യം ഓർക്കുക, ദൈവാലയത്തിൽ വന്ന് ജനം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അപേക്ഷ, അവരുടെ ആവശ്യങ്ങളെ ദൈവത്തിന്റെ മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അവർ പരിഹാരം പ്രാപിച്ചിട്ടുണ്ട്. പിതാക്കന്മാര് ഒറ്റയ്ക്ക് വന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി, മാതാക്കൾ ഒറ്റയ്ക്ക് വന്ന് ദൈവത്തിന്റെ മുൻപിൽ ഇരുന്നു. അതിനൊക്കെ പരിണിത ഫലം അവർ അനുഭവിച്ചിട്ടുണ്ട്, നന്മ പ്രാപിച്ചിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ പരിവർത്തിതം അല്ലെങ്കിൽ അതിന്റെ പിൻതലമുറക്കാരായി ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് പറയുവാൻ കഴിയും, അവരുടെ പ്രാർത്ഥനയുടെ പിൻതലമുറയായി, അവരുടെ പ്രാർത്ഥനയുടെ മറുപടിയായാണ് ദൈവം എന്നെയും നിങ്ങളെയും നിർത്തിയിരിക്കുന്നത്. അതിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യം, ഈ മനുഷ്യൻ മാത്രമല്ല പോകുന്നത്, ഇവൻ ഭാര്യമാരെയും മക്കളെയൊക്കെ കൊണ്ടുപോകുന്നു. ഒന്ന് വായിച്ചു നോക്കിയേ, 4-ാമത്തെ വാക്യം, 1:4. ഓക്കെ, നമ്മളിവിടെ വായിച്ചത് ഈ ആലയത്തിൽ ആരാധനയ്ക്ക് പോകുമ്പോൾ ആര് മാത്രം പോകില്ല? ഹലോ, ആര് മാത്രം പോകില്ല? വിൽക്കാൻ മാത്രം പോകില്ല. ഇന്ന് നമുക്കിപ്പോൾ പിള്ളേർ കുറവാണ്, പക്ഷെ ഇന്ന് ഉള്ളതിൽ 3-4 പേര് വന്നിട്ടില്ല പിള്ളേർ. അമ്മ പോവാപ്പ, എനിക്ക് ട്യൂഷൻ, എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, എനിക്ക് നാളെ പ്രൊജക്റ്റ് റിപ്പോർട്ട് കൊടുക്കും, എനിക്ക് നാളെ ഒരു സ്പെഷ്യൽ എക്സാം ഉണ്ട്, എനിക്ക് ഭയങ്കര സംഭവമാണ്, എനിക്ക് ഒരുപാട് പഠിക്കാറുണ്ട്. ശരിയാണ്, മക്കളെ കുറിച്ച് ചിന്തയുള്ള അപ്പനമ്മമാരിക്കും മക്കൾ ഇവിടെ ഇരുന്ന് പഠിക്കുക, ഞാൻ എന്ത് ചെയ്യാം, ഞങ്ങൾ പോയിട്ട് വരാം. 2 മണിക്കൂർ അവന്മാർക്ക് കിട്ടി. നിങ്ങൾ ഇറങ്ങിയ ഉടനെ ഏതാണ് നല്ല പടം, 2 മണിക്കൂർ കൊണ്ട് കണ്ട് തീർക്കാം. നിങ്ങൾ ആശീർവാദം പറഞ്ഞ് 9 മണിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ പൊന്നെ ബുക്കുകൾ നിരത്തി വെച്ചിരിക്കുക.
ചില പിള്ളേർ പഠിക്കാതിരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു 4-5 ബുക്കുകൾ, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇപ്പുറത്തൊരെണ്ണം. നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അയ്യോ ഇത് എൻ്റെ മകൻ തന്നെ, എൻ്റെ മോള് തന്നെ ഇങ്ങനെയും പഠിക്കുമോ എന്ന് പറഞ്ഞാൽ സമയക്കുറവാണ്. അപ്പം അതുകൊണ്ട് എല്ലാ ബുക്കിൽ നിന്നും പെട്ടെന്ന് പഠിച്ചു തീർക്കണം. സഹോദരങ്ങളെ, 1.5 മണിക്കൂർ പ്രാർത്ഥനയ്ക്ക് കൊണ്ടിരുത്തി ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധം സ്ഥാപിച്ചു ബാക്കി സമയം കൊണ്ട് ഈ പിള്ളേരെ പഠിപ്പിച്ചാൽ മതി. അവർ പഠിച്ചോളും, അവരെത്തേണ്ടടുത്ത് ദൈവം കൊണ്ട് എത്തിച്ചോളും. ഇവിടെ ഏൽക്കാനൊരു കാര്യം ചെയ്യുമായിരുന്നു. പിള്ളേരെ പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ എന്തൂടെ കൊടുക്കുമായിരുന്നു? ഹലോ ഓഹരി. വീട്ടിൽ നിന്ന് വരുമ്പോഴേ കുഞ്ഞുങ്ങൾക്ക് എന്തോ കയ്യിൽ കൊടുക്കണം? എന്തോ കൊടുക്കണം? സ്തോത്ര കാഴ്ച. ഇവിടെ വന്നിട്ട് ഓഫറിങ് ഇടുന്ന സമയത്ത് ഭാര്യ ഭർത്താവിന്, ഭർത്താവ് ഭാര്യയ്ക്ക്, മോള് അല്ല പിന്നെ അമ്മ മോക്ക്, അപ്പം മോന്. എവിടെ വെച്ചേ കൊടുക്കണം? ഓഹരി വീട്ടിൽ വെച്ചേ കൊടുക്കണം. ഓഹരി വീട്ടിൽ വെച്ച് കൊടുത്താൽ മാത്രം പോരാ, നോക്കണം. ഇവനും ഇവനുമൊക്കെ ഈ സംഭവം ഇവിടെ കൊണ്ട് സമർപ്പിക്കുന്നൂടെ നോക്കണം. ഞാൻ നോക്കാറില്ല കേട്ടോ. നിങ്ങളിൽ ആര് ഓഫറിങ് വയ്ക്കുന്നു, എത്ര വയ്ക്കുന്നു എന്നൊന്നും ഞാൻ നോക്കാറില്ലേ. അങ്ങനെ ഞാൻ നോക്കാറില്ല. ഈ പൊതുദൈവമേ കൊടുക്കാനുള്ള കൃപ ഇവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാറില്ല. ഞാൻ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കില്ല ആരെത്രയാ വയ്ക്കുന്നത്, എന്താ വയ്ക്കുന്നത്, ഞാൻ നോക്കാറില്ല. പക്ഷെ അപ്പനും അമ്മ ശ്രദ്ധിക്കണം, ഞാൻ കൊടുത്തയച്ച പൈസ ഇവർ കൃത്യമായിട്ട് അതിനകത്ത് വയ്ക്കുന്നുണ്ടോ എന്ന്. എൽക്കാന നല്ലൊരു മനുഷ്യനായിരുന്നു, മക്കളെ ദൈവകൃപയിൽ വളർത്തുന്നവനായിരുന്നു. ഇസ്രായേലിന്റെ ചട്ടത്തിലും ക്രമത്തിലും ഇസ്രായേലിന്റെ നിയമത്തിനകത്തും തലമുറകളെ നിലനിർത്തി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു മനുഷ്യനായിരുന്നു എൽക്കാന. അതുകൊണ്ട് 100% നമുക്ക് പറയാം, ഞാനും നിങ്ങളും അതേ വഴിയിലൂടെ പോയാൽ ഒരു ശമൂവേൽ വീട്ടിനകത്ത് വരും. ജീവിതത്തിന്റെ ഏതൊരു പ്രതിസന്ധിയിലും, ഏതൊരു വെല്ലുവിളിയിലും, ഏതൊരു വേദനയിലും, ഏതൊരു ദുഃഖത്തിലും, അപമാനത്തിലും, ഏതൊരു കണ്ണുനീരിന്റെ താഴ്വരയിലും അവനും കുടുംബവും അടുത്തിരുന്നത് ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നു. ദൈവത്തിന് കൊടുക്കേണ്ടത് അവർ ദൈവത്തിന്റെ മുൻപാകെ സമർപ്പിക്കും. അത് കഴിഞ്ഞ് ദൈവത്തിന്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് പൊന്നുതമ്പുരാനെ, ഞങ്ങളുടെ അവസ്ഥകൾക്ക്, ഞങ്ങളുടെ വേദനകൾക്ക്, ഞങ്ങളുടെ ഭാരത്തിന്, ഞങ്ങളുടെ അസ്വസ്ഥതകൾക്ക് സ്വർഗം തന്നെ മറുപടി തന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന ദൈവം കേട്ടാതിരുന്നിട്ടില്ല. ദൈവത്തിന്റെ മഹത്വം ആ കുടുംബത്തിനകത്ത് ഇറങ്ങി വന്ന് അവരെ സന്ദർശിക്കുവാനിടയായി. അതാണ് ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. ഈ 1-ാം അധ്യായത്തിലോ 2-ാം അധ്യായത്തിലോ എവിടെയെങ്കിലും എൽക്കാന ഹന്നയുടെ കുറവുകൾ ഏതെങ്കിലും ആരോടെങ്കിലും പറയുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? അവള് പിള്ളേരില്ലാത്തവളാ, അവള് കൊള്ളില്ല. ഒന്ന് കല്യാണം കഴിച്ചപ്പോഴും വിചാരിച്ചതാണ്. പിന്നെ കാരണവന്മാരെല്ലാം കൂടെ തലയിൽ കെട്ടി വെച്ച് ഒഴിയാൻ പറ്റാത്തത് കൊണ്ട് ഞാനും കെട്ടി, അത്രയേ ഉള്ളൂ. അന്ന് ഇച്ചിരി സ്വർണ്ണം പണ്ടൊക്കെ കുറവുള്ളതായിരുന്നു, ഞാൻ വേണ്ടെന്ന് പറഞ്ഞതുമാണ്. പിന്നെ പോട്ട്, എൻ്റെ കുടുംബത്തിനകത്ത് വേറെ മാർഗമില്ലാത്തത് കൊണ്ട് ഞങ്ങളത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. എവിടെയെങ്കിലും പറഞ്ഞോ? എവിടെയെങ്കിലും കുറവ് ഒരുപാടുണ്ട് പറയാനാണ്. പക്ഷേ പരിഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം ദൈവസന്നിധിയിലാണ്. അതുകൊണ്ട് അതെല്ലാം കൂടെ ദൈവത്തിൻ്റെ മുൻപാകെ കൊണ്ട് ഇറക്കി വെച്ചു. തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരുപാട് കുറവുകൾ നമുക്കൊക്കെ ഉണ്ട്. ഭാര്യയ്ക്ക് കൊണ്ട്, ഭർത്താവിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇതില്ലാത്തതായിട്ട് ആരും ഭൂമിയിലില്ല. പക്ഷെ ഓർത്തുകൊള്ളുക, ഞാൻ നിങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ മഹാകരുണയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, വീടുകളുടെ മുമ്പ് വീട് പണിയുന്ന സമയത്ത് കോലം വയ്ക്കാറുണ്ട്. കോലം എന്നല്ലേ പറയുന്നത്, കോലം വയ്ക്കാറുണ്ട്. നിങ്ങളുടെയൊക്കെ കോലം എന്ന് പറയുക കാസർഗോഡ്, അതിന് വേറെ വല്ലതും പറയുമോ? കോലം. മനസ്സിലായിട്ടുള്ള സംഭവം എന്താണെന്ന്? കണ്ണ് വിടാതിരിക്കാൻ വേണ്ടി വയ്ക്കുന്ന സാധനം. അപ്പോൾ 2 കോലം ഒരു ദിവസം ഒരു വീട്ടിൻ്റെ മുമ്പ് വച്ചേക്കുക. ഭയങ്കര അടി അങ്ങോട്ടും ഇങ്ങോട്ടും.
ഒരുത്തൻ പറയുക, എടാ ആൾക്കാരല്ല എന്നെ നോക്കി തലയാട്ടുന്നു, ഭയങ്കര സുഖമായിരിക്കുന്നു, സൂപ്പറായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. മറ്റവൻ പറയുന്നു, എടാ നിന്നെ നോക്കിയല്ലേ എന്നെ നോക്കിയാണ് അവർ തലയാട്ടുകയും പറയുകയൊക്കെ ചെയ്യുന്നത്, കൊള്ളാം സൂപ്പറായിരിക്കുന്നു. പണിയൊക്കെ തീർന്ന് പാലുകാച്ചിൻ്റെ തലേ ദിവസമായപ്പോൾ വീട്ടുകാരെ പറഞ്ഞു, ഈ 2 കോലത്തെ ഇനി അവിടെ നിന്ന് ചെയ്യണം, എടുത്ത് കളയണം. കാരണം ഓൾറെഡി പണിയൊക്കെ കഴിഞ്ഞല്ലോ, പിന്നെ ഇനി അതിൻ്റെ ആവശ്യമില്ല. ഈ 2 കൂടെ എടുത്തിട്ട് ഒരു സ്ഥലത്തേക്കൊക്കെ വലിച്ചത്. ഇപ്പം ഇവിടെ കിടന്നുകൊണ്ട് താഴെ കിടന്നുകൊണ്ട്, ഇടാ ഇത്രയും നാളെ നമ്മളെ നോക്കിയ ആൾക്കാരെല്ലാം കൊള്ളാം, നന്നായിരിക്കുന്നു, സൂപ്പറായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ മുതലാളി മാത്രം, ഈ വീട്ടുടയ മാത്രം എന്തിനാണ് നമ്മളിപ്പോൾ എടുത്ത് എറിഞ്ഞത്? ആർക്കും ഇല്ലാത്ത, ആർക്കും വേണ്ടാത്ത ഒന്നായിട്ട് നമ്മളെ കണ്ട് നമ്മളവിടെ വലിച്ചെറിഞ്ഞിരിക്കുന്നു. പിറ്റേ ദിവസം പാലുകാച്ച് ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നവരെല്ലാം എവിടെ നോക്കുന്നു? വീട് നോക്കുന്നു. അവർ തലയാട്ടുന്നു, സൂപ്പർ, കൊള്ളാം, നന്നായിരിക്കുന്നു. വീണ്ടും അവർ കൈ കാണിക്കുന്നു. ഇപ്പോഴായവർ പറയുന്നത്, എടാ നമ്മളല്ലടാ നോക്കി കൈ കാണിച്ചുകൊണ്ടിരുന്നത്, കൈ കാണിച്ചുകൊണ്ട് നോക്കിയതും തലയാട്ടിയതും ഒക്കെ അവർ വീട് കണ്ടിട്ടാണ്. ഇന്ന് പകൽക്കാല പ്രിയ ദൈവമക്കളെ, നമ്മളൊക്കെ വെറും കോലങ്ങളാണ്. ആരെങ്കിലുമൊക്കെ കൈ കാണിച്ചെങ്കിലോ തലയാട്ടിയെങ്കിലോ കൊള്ളാന്ന് പറഞ്ഞെങ്കിലോ സൂപ്പർ എന്നൊക്കെ പറഞ്ഞെങ്കിലോ അകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട്, ദൈവശക്തിയുണ്ട്, അത്രയേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ ഐശ്വര്യനായി ആയതുകൊണ്ട്, അമിതാഭ് ബച്ചൻ ആയതുകൊണ്ടോ ഒന്നും അല്ല. നമ്മളെ സ്നേഹിച്ചത്, നമ്മളെ കെട്ടിപ്പിടിച്ചത്, നമുക്ക് കൈ തന്നത്, നമ്മളെ ചുംബിച്ചത്, നമ്മളോട് സംസാരിച്ചതും, നമ്മളെ ചേർത്ത് പിടിച്ചതും, നമ്മളെ കൊണ്ടു നടന്നത്, നാം പ്രാർത്ഥിച്ചപ്പോൾ വിടുതലുണ്ടായതും, നാം പറഞ്ഞപ്പോൾ ജനം കേട്ടതുമൊക്കെ നാം എന്തോ വലിയ സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ടല്ല. ഇന്ന് പകൽക്കാലം ഓർക്കുക, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ഒരു തിരുസാന്നിധ്യമുണ്ട്, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ആത്മശക്തിയുണ്ട്, അഭിഷേകമുണ്ട്. ആ അഭിഷേകം അകതലത്തിൽ നിൽക്കുന്നിടത്തോളം കാലം നീ ദേശത്ത് മാനിക്കപ്പെടും, ജാതികളുടെ നടുവിൽ മാനിക്കപ്പെടും, കുടുംബങ്ങളുടെ ഇടയിൽ ആദരിക്കപ്പെടും. അത് ദൈവത്തിന്റെ മകനീയമായ കൃപയെന്ന് ഓർത്ത് ഇന്ന് പകൽക്കാലം നാം ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും മഹത്വം കൊടുക്കുക ഞാനും നിങ്ങളും തയ്യാറാകാതിരിക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എന്റെ വാക്കുകളെ ഞാൻ പരിമിതപ്പെടുത്താം. ഇവിടെ പ്രാർത്ഥനയിൽ പോകുന്നവർ, അല്ലെ പള്ളിയിൽ പോകുന്നത്, ആരാധനയ്ക്ക് പോകുന്നതായ നല്ലൊരു കുടുംബം. അപ്പോൾ പെനീനയ്ക്ക് മക്കളുണ്ട്, ഹന്നയ്ക്ക് എന്തില്ല? മക്കളില്ല, കുഞ്ഞുങ്ങളില്ല. ഈ കുഞ്ഞുങ്ങളില്ലാത്ത ഹന്നയ്ക്ക് പ്രാർത്ഥിക്കാനൊരു പ്രചോദനം ഉണ്ടായി. പ്രാർത്ഥിക്കാനൊരു പ്രചോദനം, നമുക്കൊക്കെ പ്രാർത്ഥിക്കാനൊരു പ്രചോദനം, ഉൾവിളി ഉണ്ടായി. പ്രാർത്ഥിക്കാൻ നിർബന്ധിതയാകാനുള്ള കാരണം, പ്രാർത്ഥിക്കാൻ നിർബന്ധിതയാകാനുള്ള കാരണം ഒന്ന്, പെനീന വീട്ടിനകത്തുണ്ട്. നമ്മളൊക്കെ പ്രാർത്ഥിക്കാത്തതിന് കാരണം വീട്ടിനകത്ത് ആരില്ല. ഇവിടെ പ്രത്യേകത കുത്തുവാക്ക് പറയുക, വ്യസനിപ്പിക്കുക, മുഷിയിപ്പിക്കുക, പ്രയാസപ്പെടുത്തുക, ഭാരപ്പെടുത്തുക, ഇതൊക്കെയാണ് ആരുടെ ജോലി? പെനീനയുടെ ജോലി. ഈ പെനീന വീട്ടിനകത്തുണ്ടെങ്കിൽ ഉള്ളുരുവി പ്രാർത്ഥിക്കും, ഉള്ളുരുവി പ്രാർത്ഥിക്കും. പല വീടുകൾക്കകത്തും ആരില്ല? പെനീന ഇല്ല. പെനീന ഇല്ലാത്തതിന് സ്തോത്രം ചെയ്യണം. പക്ഷെ പ്രാർത്ഥനയുടെ കുറവ് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളെ തയ്യാറെടുക്കുകയാണ്. ഹന്നയുടെ ജീവിതത്തിന്റെ പ്രത്യേകത ഈ കുത്തുവാക്കുകളും വ്യസനവും നീരസവും മുഷിയിപ്പും കഷ്ടതയും ഒക്കെ കണ്ടിട്ട് ഇവൾ അങ്ങനെ ഇരുന്നില്ല. മറിച്ച് ദൈവത്തിന്റെ അടുക്കലേക്ക് ഓടിപ്പോയി, പൊന്നപ്പാ വേറെ മാർഗമില്ല, വഴിയില്ല, അങ്ങല്ലാതെ എന്നെ സഹായിപ്പാൻ ആരുമില്ല, അതുകൊണ്ട് അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവൾ കർത്താവിന്റെ കാൽക്കരുത്. അവൾക്കൊരു കാര്യം ഉറപ്പായിരുന്നു, ഭർത്താവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, പെനീനയോട് പറഞ്ഞിട്ട് കാര്യമില്ല, നാട്ടുകാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ വേദന ഇറക്കി വെക്കാൻ എനിക്ക് നല്ലൊരു സ്ഥലം, അത് ദൈവത്തിന്റെ പാദമാണ്. ദൈവത്തോട് പറയുക, അതാണ് എന്റെ ജീവിതത്തിൽ അനിവാര്യമായ കാര്യം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? പ്രാർത്ഥനയുടെ ലക്ഷ്യത്തിൽ ആ ഹന്ന എത്തുവാനിടയാണ്. പ്രാർത്ഥനയിൽ നിന്ന് അവളെ അകറ്റി മാറ്റാനോ ലക്ഷ്യത്തിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കുവാനോ എൽക്കാന ഒരു ശ്രമം നടത്തി. എൽക്കാന പറഞ്ഞ, മക്കളെ 10 പുത്രന്മാരെക്കാളും ഞാന് നിനക്ക് കൊള്ളാവുന്ന ഒരാളാണ്, നിനക്ക് കൊള്ളാവുന്ന ആളാണ്. ഇനി ഓഹരി കൊടുക്കുമ്പോ പെരീനയ്ക്കും മക്കൾക്കും കൊടുക്കുന്നതിനേക്കാളും
ഇരട്ടി ഓഹരി ഞാൻ നിനക്ക് തരുന്നുണ്ട്. പെനിയേക്കാൾ കൂടുതൽ ഞാൻ ആരെ സ്നേഹിക്കുന്നുണ്ട്? നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ഈ ആശ്വാസ വാക്കുകളൊക്കെ കേൾക്കുമ്പോ സാധാരണ ആൾക്കാരുടെ പ്രാർത്ഥനയുടെ ആ നിലവിളിയുടെയൊക്കെ ശബ്ദം അങ്ങ് പറയും. വേറെ ഒന്നും ഇല്ലെങ്കിൽ ആരെ കൂടെ ഉണ്ടല്ലോ, ഭർത്താവ് കൂടെ ഉണ്ടല്ലോ, ആശ്വാസവാക്കി കൂടെ ഉണ്ടല്ലോ. പക്ഷെ അവൾ അത് അവഗണിച്ചു. ഇവന്റെ വാക്ക് കേട്ട്, ഇവന്റെ സംസാരം കേട്ട്, അവൻ പറഞ്ഞതുപോലെ അതിനകത്ത് അവൾ അമർന്നു കൊടുക്കുവാൻ തയ്യാറായില്ല. അവൾ പറഞ്ഞു, ഇതൊന്നും അല്ല എനിക്ക് വേണ്ടപ്പെട്ടത്, ഇതൊന്നും അല്ല എനിക്ക് പ്രധാനപ്പെട്ടത്. എനിക്ക് പ്രധാനപ്പെട്ടത് എന്റെ കുടുംബ ജീവിതത്തിനകത്തൊരു തലമുറ ഉണ്ടാകണം. അതാണ് എന്റെ പ്രധാനം. അതിനു വേണ്ടി ഞാൻ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ല്. ഞാൻ ദൈവത്തോട് മുറവിളിയോടെ, കണ്ണുനീരോടെ, കരച്ചിലോടെ, വിലാപത്തോടെ ഞാൻ പ്രാർത്ഥിക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തിന്റെ മുൻപിൽ ഇരിക്കുകയാണ്. 3-4 കാര്യങ്ങളോടെ കാണാൻ കഴിയും. ഹന്ന ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. വേദപുസ്തകം പറയുന്നത് അവൾ മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചു, അവൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, അവർ നേർന്ന് പ്രാർത്ഥിച്ചു. നമുക്ക് പ്രാപിക്കണമെങ്കിലേ വില കൊടുക്കണമെന്നേ. ചുമ്മാ പ്രാർത്ഥിച്ചാൽ പോരാ, ആരോടെങ്കിലും പ്രാർത്ഥിച്ചാൽ പോരാ. 5 10 2 4 രൂപ കാണിക്ക വച്ചിക്ക് അകത്തിട്ട് പ്രാർത്ഥിച്ചാൽ പോരാ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ഇസ്രായേലിന്റെ പരിശുദ്ധനാണ്. എന്നെയും നിങ്ങളെയും ഈ ഭൂമണ്ഡലത്തിൽ ഇങ്ങനെ നിർമ്മിച്ച, സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോടാണ് ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. അവൾ അതുകൊണ്ട് എങ്ങനെ പ്രാർത്ഥിച്ചു? അവൾ മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചു. വിഷമതയെ ദൈവം മുൻപാകെ പകർന്ന് പ്രാർത്ഥിക്കുവാനിടയ. മനുഷ്യന്റെ മുൻപാകെ കരഞ്ഞ അവൻ നിന്നെ കളിയാക്കിയേക്കാം, അവൻ നിന്നെ തിരസ്കരിച്ചേക്കാം. പക്ഷെ കരയാൻ കണ്ണുനീരുള്ളവർ ദൈവത്തിന്റെ മുൻപാകെ കരയ. വചനം പറയുന്നു, നിന്റെ കണ്ണുനീരിനെ അവൻ തുരുത്തിയിൽ ശേഖരിച്ചു വയ്ക്കുന്ന ദൈവമാണ്. അവൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അടുത്ത് അവൾ ഒരു നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു. ഈ നേർച്ച എന്നൊക്കെ പറയുന്നത് ചിലപ്പോഴൊക്കെ ചെറിയ അവിശ്വാസമൊക്കെ നമ്മുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ വരുമ്പോഴാണ് നമ്മൾ നേർന്നു പോകും. പൊന്നപ്പ അങ്ങനെ ചെയ്യുമെങ്കിൽ ഞാൻ ഒരു കൺവെൻഷൻ നടത്താം, ഞാനൊരു കാളയെ മേടിച്ചു കൊടുക്കാം, ഞാനൊരു ആടിനെ മേടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഞാനൊരു മീറ്റിംഗ് വയ്ക്കാം, ഞാനൊരു പ്രാർത്ഥന വയ്ക്കാം, ഞാൻ ഇന്ന 10 പേരെ സഹായിക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നത് പലപ്പോഴും നമ്മുടെ അകത്ത് വിശ്വാസത്തിന്റെ ചെറിയ ലാഞ്ചനകൾ കുറവ് വരുമ്പോഴാണ്. പക്ഷെ എങ്കിലും ഇന്ന് പകൽക്കാലം ഓർക്കുക, നേർച്ച നേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുള്ള അനേകം ഭക്തന്മാർ പഴയ നിയമത്തിലുണ്ട്. അവർ നേർന്നത് പോലെ ദൈവം അവർക്ക് നിവർത്തിച്ചു കൊടുത്തു. അതുകൊണ്ട് സംഭവിച്ചത് അവരുടെ നേർച്ചകളെ അവർ ദൈവസന്നിധിയിൽ നിവർത്തിക്കുകയും ചെയ്തു. യാക്കോബ് ദൈവത്തോട് പറഞ്ഞിരിക്കുകയാണ്, കർത്താവേ, എന്നെ ജയശീലാളിതനായി മടക്കിക്കൊണ്ടുവരുമെങ്കിൽ, എന്നെ അനുഗ്രഹിക്കുമെങ്കിൽ, എന്നെ വളർത്തുമെങ്കിൽ, എന്നെ വർദ്ധിപ്പിക്കുമെങ്കിൽ ഞാൻ തിരികെ വന്ന ഈ വഴി വരും. ഇവിടെ ഞാൻ എന്താ ചെയ്യുമെന്നറിയാമോ? ഈ കല്ലായി ഞാൻ ഇവിടെ വച്ചിരിക്കുന്ന ഇതിനെ ഞാനൊരു യാഗപീഠം പണിയുവാനിടയാകും. വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ദൈവം യാക്കോബിനെ മടക്കി കൊണ്ടുവന്നു. അവൻ പറഞ്ഞതുപോലെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയാകും. ഇന്ന് പകൽക്കാലം എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ പരിമിതപ്പെടുത്തി പ്രാർത്ഥിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. 1 ആണ്ട് കഴിഞ്ഞ് ഹന്ന വീണ്ടും പള്ളിയിലേക്ക് പോകുകയാണ്. അവളുടെ കയ്യിലിരിക്കുന്നത് എന്തെന്നറിയാമോ? കണ്ണുനീരിന്റെ മറുപടി, പ്രാർത്ഥനയുടെ മറുപടി, നിലവിളിയുടെ മറുപടി. പലരും നിരസിച്ചു, പലരും നിരാകരിച്ചു, പലരും കളിയാക്കി, പലരും ദണ്ഡിപ്പിച്ചു, പലരും അപവാദം പറഞ്ഞു. പക്ഷെ കൈകൊണ്ട് ചേർത്ത് പിടിക്കുമ്പോൾ അവൾ വിളിച്ചു പറയൂ, ഞാൻ ഈ ബാലനായിട്ട് പ്രാർത്ഥിച്ചു, എന്റെ അപേക്ഷ പോലെ എന്റെ ദൈവം ഈ കുഞ്ഞിനെ എനിക്ക് തരുവാനിടയായി. ഇന്ന് ആവശ്യഭാരത്തോട് ദൈവത്തിന്റെ മുൻപാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊരു ദൈവവൈതനും തന്റെ ജനത്തിന്റെ അവസ്ഥയിൽ ആവശ്യത്തിൽ പരിഹാരം വരുത്തി തന്ന് മാനിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമ്മുടെ തലകൾ ഉണക്കാം, എല്ലാ കണ്ണുകളും അടയ്ക്കാം.